ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സാജിറ്റേറിയസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ സാജിറ്റേറിയസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് മെസ്സേജിന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി ഈ സമയത്ത് എന്താണ്? ഈ പേഴ്സൻ്റെ കറണ്ട് എനർജി, നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ 9 of Swords ആണ് അവരുടെ കറണ്ട് എനർജി. ഈ സമയത്ത് ഈ പേഴ്സൺ കുറേ സ്ട്രെസ്ഡ് ആണ്, കുറേ ഓവർ തിങ്കിങ് ആണ് ഇവിടെ ഈ പേഴ്സൻ്റെ സൈഡിൽ. എന്താണ് ഈ ഓവർ തിങ്കിങ്, എന്താണ് ഈ സ്ട്രെസ്, എന്താണ് കാരണം? പേജ് ഓഫ് വാൻഡ്സ്. അപ്പോൾ ഇത് നിങ്ങളെ ഓർത്തിട്ടാണ് അവർ കുറേ സ്ട്രെസ് എടുക്കുന്നത്. നിങ്ങൾ രണ്ടാളും മേ ബി നോ കമ്മ്യൂണിക്കേഷനിലാണ് വെച്ചാൽ ഈ പേഴ്സൺ ഒരു പുതിയ ബിഗിനിങ് വേണം. ആൻഡ് അവർ നിങ്ങളെ ഫസ്റ്റ് ടൈം പറഞ്ഞ ഒരു പുതിയ റിലേഷൻഷിപ്പ് ആണ് വെച്ചാലും ഈ പേഴ്സൺ കുറേ സ്ട്രെസ് എടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു പുതിയ സ്റ്റാർട്ട് വേണം, പക്ഷെ അവർക്ക് അറിയില്ല എങ്ങനെ അപ്രോച്ച് ചെയ്യണ്ടെന്ന്. ചില കേസസിൽ നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളുടെ ബിഹേവിയർ കാരണം സ്ട്രെസ്ഡ് ആണ്. എന്നുവെച്ചാൽ അവർ നിങ്ങളെ കുറച്ചൊരു ഇമ്മെച്യൂർ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അവർക്ക് തോന്നുന്നത് നിങ്ങളുടെ ബിഹേവിയർ, നിങ്ങളെ ബിഹേവിയറിനെ മാതിരി അതൊരു ഇമ്മെച്യൂർ മാതിരിയാണ്. അപ്പോൾ അതുമായിരിക്കാം ഇവിടെ എനിക്കൊരു മെസ്സേജ് കിട്ടണത്. അത് ശരി ആവണം എന്നില്ല, പക്ഷെ ഇതാണ് അവരുടെ പെർസ്പെക്റ്റീവ്, അങ്ങനെയാണ്. അപ്പം നിങ്ങളുടെ എനർജി എന്താണ് ഈ സമയത്ത്? പേജ് ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ ഒരു അപ്പോളജി ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ ഒരു അപ്പോളജി നിങ്ങൾക്ക് കൊടുക്കണം എന്നുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി ഇതൊരു പുതിയ റിലേഷൻഷിപ്പാണ് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഇനീഷ്യേറ്റീവ് എടുക്കണം എന്നുണ്ടെങ്കിൽ വെച്ചാൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണത് ഈ പേഴ്സൺ എന്തെങ്കിലും ഓഫർ തരും എന്ന്. അപ്പോൾ ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട് ലവില്. പുതിയ ബിഗിനിങ് അല്ല വെച്ചാൽ ഇതൊരു അപ്പോളജി, ഞാൻ പറഞ്ഞ മാതിരി അപ്പോളജി ആയിരിക്കാം. 5 of Wands. നിങ്ങൾ രണ്ടാളുടെയും റീസെൻ്റ്ലി ഒരു ഫൈറ്റ് ഉണ്ടായിണ്ടാവും, ഒരു ഡിസഗ്രീമെൻറ്റ് ഉണ്ടായിണ്ടാവും. അതല്ല വെച്ചാൽ കോമ്പറ്റീഷൻ ഉണ്ട് ഇവിടെ. അപ്പോൾ മേ ബി വേറെ ആൾക്കാർ ഇൻ്റർഫിയർ ചെയ്തിട്ട് ഈ റിലേഷൻഷിപ്പിൽ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതും ആയിരിക്കാം ഇവിടെ വൺ ഓഫ് ദ റീസൺസ് നിങ്ങൾ രണ്ടാളും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ ഈ പേഴ്സൻ്റെ എന്താണ് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ്? ഈ പേഴ്സണ് തോന്നുന്നത് എന്താ വെച്ചാൽ ഇതൊരു വർക്ക് ഇൻ പ്രോഗ്രസ് റിലേഷൻഷിപ്പാണ്. അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ ഡെഫിനറ്റ്ലി എഫേർട്ട് ഇടണം എന്നുണ്ട്. പക്ഷേ ഈ റിലേഷൻഷിപ്പിൽ കുറേ അവർക്ക് വർക്ക് ചെയ്യേണ്ടി വരും എന്ന് അവർക്കറിയാം. ഈ റിലേഷൻഷിപ്പിനെ പെർഫെക്റ്റ് ചെയ്യാൻ അവർക്ക് കുറേ എഫേർട്ട് ഇടേണ്ടി വരും എന്ന് അവർക്കറിയാം. ഇവിടെ ഡെഫിനറ്റ്ലി അവർക്കൊരു റീകൺസിലിയേഷൻ വേണം, ഒരു സൊല്യൂഷൻ വേണം പ്രോബ്ലമിൽ. റീകൺസിലിയേഷൻ അല്ല വെച്ചാൽ അവർക്കൊരു ന്യൂ ബിഗിനിങ്, ഞാൻ പറഞ്ഞ മാതിരി അത് വേണം. അപ്പം നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് എന്താണ്? നിങ്ങൾ ഈ പേഴ്സണെ കുറിച്ച് കുറേ പാഷനറ്റ് ആണ്, പക്ഷെ മേ ബി നിങ്ങൾക്ക് ആക്ഷൻ എടുക്കണം എന്നുണ്ട്. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഓൾറെഡി എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു പാസ്റ്റിൽ, പക്ഷേ അതിനെ മറന്നിട്ട് നിങ്ങൾക്കൊരു പുതിയ ബിഗിനിങ് വേണം എന്നുണ്ട്. നിങ്ങൾക്ക് അവരുടെ അടുത്ത് പോയി ഈ ഇഷ്യൂനെ സോർട്ട് ഔട്ട് ചെയ്യാൻ ഒരു മടിയില്ല. ആൻഡ് നിങ്ങൾക്കൊരു റെസൊല്യൂഷൻ വേണം ഈ പ്രോബ്ലമിൽ. നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തയ്യാറാണ്. ടെമ്പറൻസ് നിങ്ങളുടെ എനർജിയാണ്, സാജിറ്റേറിയസ് എനർജി. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്കൊരു ബാലൻസ്ഡ് റിലേഷൻഷിപ്പ് വേണം. നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടെച്ചാൽ അത് സോൾവ് ചെയ്യണം. പറഞ്ഞാൽ നിങ്ങൾ കുറേ ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. അപ്പം നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാനും നിങ്ങൾ ഹെസിറ്റേറ്റ് ചെയ്യില്ല. അപ്പോൾ എന്താണ് ഇവിടെ ഏറ്റവും വലിയ ബ്ലോക്ക്? ഈ റിലേഷൻഷിപ്പിലെ ഏറ്റവും വലിയ ബ്ലോക്ക് എന്താ? ഈ റിലേഷൻഷിപ്പിലെ ഏറ്റവും വലിയ ബ്ലോക്ക് എംപറർ എനർജിയാണ്. ഇവിടെ ഒരു ഏരീസ് എനർജിയാണ് കാണുന്നത്. മേ ബി ഞാൻ പറഞ്ഞ മാതിരി ഒരു തേർഡ് പാർട്ടി ആയിരിക്കും ഇവിടെ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യണത്. ഇത് നിങ്ങളുടെ ഫാമിലി മെമ്പർ ആയിരിക്കാം, അവരുടെ ഫാമിലി മെമ്പർ ആയിരിക്കാം. ഒരു കുറേ ഈ പേഴ്സൺ കുറേ ഒരു മെച്ചോർ ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്, ഒരു ഇമ്പാക്റ്റ്ഫുൾ പേഴ്സൺ ആണ്. പറഞ്ഞാൽ അവർ പറയണതൊക്കെ എല്ലാവരും കേൾക്കും. അവർക്കൊരു കമാൻഡ് ഉണ്ട്.
അവർ ഒരു റെസ്പെക്ട്ഫുൾ പേഴ്സൺ ആണ്. അപ്പോൾ ഇതൊരു ഫാമിലി മെമ്പർ ആയിരിക്കാം, ഒരു എൽഡർലി പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ ഫാമിലിയിൽ, അവരുടെ ഫാമിലിയിൽ. അപ്പോൾ എന്തോ ഈ പേഴ്സണിൻ്റെ കാരണം ഈ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു ബ്ലോക്കാണ് ഞാൻ കാണുന്നത്. മേ ബി അവർ അപ്രൂവ് ചെയ്യൂല ഈ റിലേഷൻഷിപ്പിനെ, ഓരെൽസ് അവരെന്തോ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇതൊരു ബോസ് ആയിരിക്കാം മേ ബി നിങ്ങളുടെ പേഴ്സണിൽ വെച്ചാൽ നിങ്ങൾ ഒരു വർക്കഹോളിക് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ് വെച്ചാൽ നിങ്ങളുടെ കരിയർ ആയിരിക്കും ഇതിലൊരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യണത്. ഇതൊരു തേർഡ് പാർട്ടി അല്ല വെച്ചാൽ മേ ബി ഇവിടെ കുറേ ഒരു സ്റ്റബേർനെസ് ഉണ്ട് ഈ പേഴ്സണിൻ്റെ സൈഡിന്, ഇല്ല വെച്ചാൽ നിങ്ങളുടെ സൈഡിന് കുറേ ഒരു റിജിഡിറ്റി ഉണ്ട്. അപ്പോൾ അത് കുറച്ചൊരു ഫ്ലെക്സിബിൾ ആയ ഈ പ്രോബ്ലം സോൾവ് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്, അതാണ് ഇവിടെ ബ്ലോക്ക്. ഈ ഇംബാലൻസ് ഒരു എക്സ്റ്റേണൽ പേഴ്സൺ ആണ് ക്രിയേറ്റ് ചെയ്യണത്, അതല്ല വെച്ചാൽ ഒരു ബിഹേവിയർ പാറ്റേൺ കാരണമാണ് ഇവിടെ ഒരു ഇംബാലൻസ് ആവണത്. അഡ്വൈസ് എന്താണ് ഇവിടെ? 10 of Pentacles ആണ് അഡ്വൈസ്. അപ്പോൾ അഗൈൻ ഇതൊരു ഫാമിലി സെറ്റപ്പ് മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. മേ ബി നിങ്ങൾക്ക് ഫാമിലിയുടെ ഹെൽപ്പ് എടുക്കണം സ്റ്റേബിലൈസ് ചെയ്യാൻ ഈ റിലേഷൻഷിപ്പിനെ. ഫാമിലിയുടെ അപ്രൂവൽ വേണം മേ ബി. ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്, പക്ഷെ അത് യൂണിവേഴ്സ് പറയണത് നിങ്ങളുടെ ഫാമിലിയുടെ ഹെൽപ്പ് എടുത്തിട്ട് ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഉണ്ടാവാൻ വഴിയുണ്ട്. ഈ 10 of Pentacles ആൻഡ് Ace of Pentacles എന്താണ്? ആദ്യം ഒരു ഫാമിലി സെറ്റപ്പ്, ഒരു ട്രഡീഷണൽ സെറ്റപ്പാണ് ഇവിടെ കാണുന്നത്. ആൻഡ് യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് ലോങ് ടേം റിലേഷൻഷിപ്പ് ആവാൻ. അപ്പോൾ പേടിക്കാണ്ട് ഈ ഓഫർ നിങ്ങൾ വിചാരിക്കേണ്ട വെച്ചാൽ ഈ ഓഫർ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം എന്നുവെച്ചാൽ ഇത് കുറേ ഒരു പോസിറ്റീവ് വേയിലാണ് മുമ്പോട്ട് പോവാം. അപ്പോൾ ഇവിടെ എന്താണ് ആക്ഷൻ? ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് എന്താണ് ആക്ഷൻ എടുക്കുക? ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. ഈ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എന്താണ് ഇവിടെ ആക്ഷനിൽ? അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി അഗൈൻ ഈ പേഴ്സൺ ഈ പ്രോബ്ലംസിനൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാൻ ഓരൽസ് അവരുടെ ഈ സ്ട്രെസ്, ഓവർ തിങ്കിങ്, ആ ബാഗേജ് അവർ റിലീസ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു പുതിയ ഓഫർ കൊണ്ടുവരും. മേ ബി അവരുടെ ഫ്രണ്ടിൻ്റെ ഹെൽപ്പ് എടുക്കും, ഇല്ല അവരുടെ ഫാമിലി മെമ്പറുടെ ഹെൽപ്പ് എടുത്തിട്ടായിരിക്കും നിങ്ങളെ അപ്രോച്ച് ചെയ്യുക. പക്ഷേ ഇവിടെ ഒരു ഡിഫിക്കൾട്ട് സമയത്തിൻ്റെ എൻഡും ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജി ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അവർ ഡെഫിനറ്റ്ലി അവരുടെ ബാഗേജ് റിലീസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ അടുത്ത് വരണത്. അവരുടെ എന്താണ് ഈ റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചർ ഔട്ട്കം ഉണ്ടാവുക? 4 of Pentacles ആണ് ഫ്യൂച്ചർ ഔട്ട്കം. ഈ സിറ്റുവേഷനിൽ ചില സമയത്ത് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് കാരണം അതും ഒരു കാരണമായിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ ഒരു ഡിഫറൻസ് കാണുന്നത്. 9 of Wands ഇവിടെ ഉണ്ട്. അപ്പോൾ ഔട്ട്കമ്മിൽ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ ഒരു പേഴ്സൺ കുറെ പേടിച്ചിട്ടാണ് ഈ റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ എടുക്കാത്തത്. എന്നുവെച്ചാൽ അവർക്കൊരു പേടിയുണ്ട്, എന്തോ ഫിനാൻഷ്യൽ പേടിയായിരിക്കും, ഒരു ഇൻസെക്യൂരിറ്റി, ഓറെൽസ് അവർക്ക് ഈ റിലേഷൻഷിപ്പ് വർക്ക്ഔട്ട് ചെയ്യോ ഇല്ലയെന്ന് അതായിരിക്കും പേടി. ഓറെൽസ് ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ് ഉണ്ട് വെച്ചാൽ അത് കണ്ടിന്യൂ ചെയ്യുമെന്ന് അതായിരിക്കും പേടി. എന്തായാലും അതാണ് റീസൺ ഇവിടെ ഈ പേഴ്സൺ കുറച്ചൊരു റിസർവ്ഡ് ആയിട്ട് നിങ്ങൾക്ക് കാണുന്നത്. 7 of Wands ഇവിടെ കാണാണ്ട്. 7 of Wands ഒരു ചാലഞ്ചിൻ്റെ എനർജിയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ മാസം കുറച്ച് ചാലഞ്ചിങ് ആണ്. പക്ഷെ നിങ്ങളോട് യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഡോണ്ട് വറി, ഇത് ഒരു പാസിങ് ഫേസ് ആണ്. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ്, നിങ്ങളുടെ തോട്ട്സിനെയൊക്കെ ഡിഫെൻഡ് ചെയ്യുക. എന്നുവെച്ചാൽ നിങ്ങളുടെ സ്ഥലത്ത് ശരിയാണ്. അപ്പോൾ ഇത് വർക്കൗട്ട് ആവും, ഇതിൻ്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഗിവ് അപ്പ് ചെയ്യരുത്. ഈ റിലേഷൻഷിപ്പ് നല്ല റിലേഷൻഷിപ്പാണ്, മുമ്പോട്ട് പോവും. പക്ഷേ ഗിവ് അപ്പ് ചെയ്യരുത് ആൻഡ് കണ്ടിന്യൂ നിങ്ങളുടെ തോട്ട്സും ഒക്കെ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുക, അതിനെ സ്റ്റാൻഡപ്പ് ചെയ്യുക. അപ്പോൾ അത് വിടാണ്ട് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യാം, വർക്ക് ചെയ്യാൻ കണ്ടിന്യൂ ചെയ്യാം. ഈ നിങ്ങളിപ്പോൾ ഫീൽ ചെയ്യണതൊക്കെ പാസ്സാവും. അതൊരു പാസിങ് തോട്ട്സ്, ഞാൻ പറഞ്ഞ മാതിരി പാസിങ് ഫേസ് ആണ്. ഇവിടെ കുറേ ലവ് ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ ഈ സിറ്റുവേഷൻ റിസോൾവ് ആവും, അതാണ് എനിക്ക് ഇവിടെ മെസ്സേജ് കിട്ടണേ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ് കൂടുതൽ കാണുന്നത്. ആൻഡ് സാജിറ്റേറിയസ്, ഏരീസ്, ലിയോ, ഈ 2 സൈൻസ് ആണ് ഇവിടെ മേജർ. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഏതും സൈൻ ആവാം, അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷൻ ഒന്നുമില്ല.
ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് റീഡിങ് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യാം. പ്രൈവറ്റ് റീഡിങ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ലെങ്കിൽ വെബ്സൈറ്റിൽ വാട്സാപ്പ് ഐക്കൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ എല്ലാം ഡീറ്റെയിൽസ്, പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരും ഉടനെ. ആൻഡ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ഓൾ ദ ബെസ്റ്റ്.